കുടുംബങ്ങളിലെ വിശ്വാസത്തെ സംസാര വിഷയമാക്കുകയാണ്. കുടുംബങ്ങളിലെ വിശ്വാസ കൈമാറ്റത്തെ. കാരണം നമുക്കറിയാം, നമ്മുടെ കാർന്നോമാർ നമുക്ക് പകർന്നു തന്ന വിശ്വാസം ഒന്ന് കൈമാറി കൊടുക്കാൻ നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്ന നേരത്ത് അപ്പനും അമ്മയും എന്തൊരു ഭക്തരാണ്. പ്രാർത്ഥന കഴിഞ്ഞുള്ള ഫോൺ കോൾ കേട്ടാൽ, ആരെങ്കിലും വിളിക്കുകയായിരിക്കും എന്തെങ്കിലും ആവശ്യത്തിന്, ആ ഫോൺ കോൾ കേട്ടാൽ അരമണിക്കൂർ പ്രാർത്ഥിച്ച് അപ്പനാണ് ഈ സംസാരിക്കുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ തോന്നിപ്പോകും. ഒത്തിരി നീണ്ട പ്രയർ ഒന്നും ഇല്ലെങ്കിലും രൂപത്തിന്റെ അടുത്ത് പോയി തൊട്ടുമുത്ത ഈശോയെ കാത്തോണേ എന്ന് പറയാ. പിന്നെ ഞങ്ങൾ പിള്ളേർക്ക് രണ്ടുപേർക്കും ഒരു വചനം പറഞ്ഞു ഒരു ബ്ലെസ്സിങ് കൊടുക്കാറ് എല്ലാ ദിവസവും. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ നീറ്റിലായിരിക്കുമേ നിങ്ങളിത് പറയുമ്പോഴേ. ഞങ്ങളും ഇങ്ങനെയൊക്കെ വളർത്തിയതാണ്. പക്ഷെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല ഈ പിള്ളേർ. ചിലപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആകണം. നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ഒരു സ്കെഡ്യൂളൊക്കെ വെച്ചിട്ട്? മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളൂ. ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു ഫാമിലി പ്രയറിൽ വൈകുന്നേരം നമ്മൾ ഇരിക്കുമ്പോൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയും ഉണ്ട്. അവർ വളരെ എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റിൽ അവർ കാണിക്കുന്നത് നമുക്കത് കുരുത്തക്കേടായിട്ട്. അപ്പോഴും എൻ്റെ ഒരു കൺസേൺ ഞാൻ പറയട്ടെ, പിള്ളേരുടെ കൂടുതൽ മിങ്കിൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഒരേ പ്രാർത്ഥന തന്നെ 50 പ്രാവശ്യം ചെല്ലുന്നത് നോട്ട് എൻജോയിങ് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, എനിക്കറിയാം ഈ പറഞ്ഞ അത് നിങ്ങൾ ചെയ്യാവുന്നത്, ഈ പറഞ്ഞ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചാൻസ് കൊടുക്കും, ഒരു പ്രയർ ഉണ്ടായിക്കൊണ്ട് പോവാം. നമുക്ക് ഈ സ്ട്രക്ചേർഡ് പ്രയേഴ്സും വേണം, സ്പോണ്ടേനിയസ് പ്രയേഴ്സും വേണം. അതുപോലെ തന്നെ പോയി ചോദിക്കും, വൺ തിങ് ദാറ്റ് യു ആർ സോറി അബൌട്ട്, ഇന്ന് സംഭവിച്ചാല് ഈശോന്റെ അടുത്ത് സോറി. അപ്പൊ അവര് പറയുന്നത് കേൾക്കുമ്പോ ഇങ്ങനെയൊക്കെ സ്കൂളിൽ സംഭവിച്ചോ? ഇത് കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം ലിസൺ ചെയ്യണം പിള്ളേരെ. കാരണം നമ്മൾ പിന്നെ കൊതിക്കും ഇതുങ്ങൾ വല്ലതും പറഞ്ഞിരുന്നെങ്കിലും. സേഫായിട്ട് എത്താൻ ഡ്രൈവിംഗ് സ്കില്ലുള്ള ഒരാളുടെ വിചാരം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്താൽ എത്തുമെന്നാണ്. പക്ഷെ അവിടെയും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിപ്പെൻഡൻസ് ഉണ്ടാകുകയും അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് ഫെയ്ത്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പായ്ക്കും അമ്മയ്ക്കും എത്ര കാശുണ്ടെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഈ ചോറ് വരില്ല. ഈ ചോറ് വരണമെങ്കിൽ ഒരു കർഷകൻ വിത്തിറക്കണം. നമ്മള് പിണങ്ങിയിരുന്നെങ്കിൽ കൂടെ Matthew, Mark, Luke and John, bless the bed. Before I lay my head to sleep, I pray the Lord my soul to keep. അങ്ങനെ ഒരു പാട്ട് പോലെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ സീരീസിൻ്റെ തുടക്കമാണിത്. നിങ്ങൾക്കറിയാം, പണ്ട് കാനഡയിൽ വെച്ചാണ് നമ്മൾ ആൽബ് സീരീസിൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പോഴും ഓർക്കുന്നു, ഹാലിഫാക്സിലെ കുറേ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് കുരിശുവരെയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തായിരുന്നു ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ തുടക്കമിട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷൻ, അതുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി മറ്റൊരു വേർഷൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലാണ്, സൺഷൈൻ കോസ്റ്റ് എന്ന ഇടവകയിലാണ്. ധ്യാനങ്ങൾക്കായിട്ട് ഓസ്ട്രേലിയ വന്നതാണ്. ഈ ഹോളി വീക്ക് ഇവരുടെ കൂടെയാണ്. അപ്പോൾ ഇവിടെ നല്ല യങ് കപ്പിൾസിനെ കുറേ പേരെ കണ്ടപ്പോഴാണ്, നിങ്ങളെക്കുറിച്ച് കേട്ടോ, നല്ല യങ് കപ്പിൾസിനെ കണ്ടു. അപ്പോൾ വന്നൊരാശയമാണ്, ഇവിടുത്തെ വികാരിച്ചിനോട് അത് പറഞ്ഞു, നമുക്ക് ഒരു പുതിയ സീരീസ് തുടങ്ങാമെന്ന് അച്ഛനോട് പറഞ്ഞത്. അതിൻ്റെ പേരിട്ടിരിക്കുന്നത് നസ്രത്ത് ഫെയ്ത്ത് അറ്റ് ഹോം. അതായത് കുടുംബങ്ങളിലെ വിശ്വാസത്തെ സംസാര വിഷയമാക്കുകയാണ്. കുടുംബങ്ങളിലെ വിശ്വാസ കൈമാറ്റത്തെ. കാരണം നമുക്കറിയാം, നമ്മുടെ കാർന്നോമാർ നമുക്ക് പകർന്നു തന്ന വിശ്വാസം ഒന്ന് കൈമാറി കൊടുക്കാൻ നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. ശരിക്കും കാർന്നോമാർ ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ, എന്നിട്ട് ഇതൊന്നും കൈമാറി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കപ്പിൾസ് നമ്മുടെ കൂടെ ഉണ്ട്. ഇവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ ഇവരെ സ്വാഗതം ചെയ്യുന്നു. ഇവരാദ്യം പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ മെല്ലെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കും. ഓരോ എപ്പിസോഡും ഓരോ ടോപ്പിക്കായിരിക്കും. അങ്ങേയറ്റം തൊട്ട് പരിചയപ്പെടുത്തിക്കും. എൻ്റെ പേര് അരുൺ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈറ്റില പൂണിത്തറ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതിൻ്റെ ഭാര്യ. എൻ്റെ പേര് അൽക്ക. നാട്ടില് കറൂറ്റി സെന്റ് സേവിയസ് ഫൊറോനപ്പള്ളി ഇടവകമാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേര്. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 12 വർഷമായി. കുട്ടികൾ എത്ര പേരാ? 2 പേര്. എന്തുമാത്രമായി? 10ഉം 7ഉം. മൂത്തത് മോള് മറിയ, രണ്ടാമത്തത് ആന്റണി. നന്നായിട്ട് പോകുന്നു. വെൽക്കം അരുൺ ആൻഡ് അൽക്ക. എൻ്റെ പേര് ജിസ. ഞാൻ വില്ലൂന്നി ചങ്ങനാശ്ശേരി അതിരൂപതയാണ്. വില്ലൂന്നി സെന്റ് സേവിയേഴ്സ് ചർച്ചിലാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ പേര് നവീൻ. ഞാൻ പാലാരൂപത മാൻവട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഇവിടെ സൺഷൈൻ കോസ്റ്റിൽ ഇപ്പം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വരുന്നുണ്ട്. കുട്ടികൾ 3 മക്കള്. മൂത്തയാള് നദാനി 8 വയസ്സ്, 2 ഡാനിയൽ,
മൂന്നാമത്തെ ആൾ അസേലിയ 2 വയസ്സ്. മൂന്നാമത്തെ ആളാരാ? അസേലിയ. അസേലിയ. നഥാനിയേൽ, ഡാനിയേൽ, ഡാനിയൽ, അസേലിയ. കൊള്ളാം കൊള്ളാം. അപ്പൊ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ, നന്നായിരിക്കും. ഇവിടെ ഇവിടെ എൻ്റെ പേര് പരേഷ്. ഞാൻ തൃശ്ശൂർ അരനാട്ടുകര ഇടവകയിൽ നിന്നാണ് വരുന്നത്. പിന്നെ എൻ്റെ വൈഫാണ്. എൻ്റെ പേര് ആൻ. ഞാൻ നെടുങ്ങുന്ന ഇടവക ചങ്ങനാശ്ശേരി അതിരൂപതയിൽ. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. മൂത്ത 2 ആൺപിള്ളേർ, 15ഉം 12ഉം വയസ്സ്. നിങ്ങളുടെതാണ് ഏറ്റവും സീനിയേഴ്സ് തോന്നുന്നു അല്ലേ? ഏറ്റവും മൂത്തയാള് അല്ലേ? 15 വയസ്സ്. യെസ്. 15ഉം 12ഉം. 2 ആൺകുട്ടികൾ. ഒരു പെൺകുട്ടി 9 വയസ്സ്. ഗുഡ്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. സന്തോഷം. നിങ്ങൾ വളരെ എന്താ പറയേണ്ടത്, വളരെ സുമുഖരും വളരെ ചടുലതയുള്ളവരുമായിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള നിങ്ങളെ 6 പേരെ കിട്ടിയത് നമ്മുടെ ആ സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടിയത്. ഇവരൊക്കെ ഉണ്ടല്ലോ പള്ളിയോടൊക്കെ വളരെ സഹകരിച്ച്. നമ്മുടെ ഒരു വിചാരം നാട്ടിലുമൊക്കെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വിചാരം ഈ പ്രായത്തിലുള്ളവരൊന്നും പള്ളിയിലില്ല, കുറേ വിസ അടിച്ച ടീംസാണ്. പ്രായമൊക്കെ ആയി എല്ലാം കഴിഞ്ഞപ്പോഴാണ് പള്ളി വരുന്നത്. ഇവരെല്ലാവരും പള്ളിയായിട്ട് ബന്ധപ്പെട്ടവരാണ്. കൈക്കാരനല്ലേ? കൈക്കാരനായിരുന്നോ? എന്തായിരുന്നു? കൈക്കാരനായിരുന്നു. കാറ്റഗിസം ടീച്ചറാണ്. ഇവിടെ ഒരാൾ ഒഴിച്ചല്ലേ? അരുൺ ഒഴിച്ച് ബാക്കി ഇവരെല്ലാവരും കാറ്റഗിസം ടീച്ചേഴ്സാണ്. ഇവരെല്ലാവരും കാറ്റഗിസം ടീച്ചേഴ്സാണ്. അരുൺ ഈ വർഷം കാറ്റഗിസം കയറാൻ പോവാണ്. പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈയിടെ കാറ്റഗിസം ടീച്ചേഴ്സിനൂടെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അരുൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരുൺ ധ്യാനത്തിലും ഇതിലൊക്കെ ഇവരെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാനും വികാരിച്ചനോട് എനിക്ക് കുറച്ചുപേരെ വേണമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തപ്പോൾ വികാരിച്ചൻ ആരെയാണോ പ്ലാൻ ചെയ്തത് അവരെ തന്നെ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. ചില ആൾക്കാരെയൊക്കെ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ്. ഇവർ മിക്കവരും, പ്രത്യേകിച്ച് ആണുങ്ങൾ. കാരണം സ്ത്രീകൾ പിന്നെ പൊതുവേ നിങ്ങളൊക്കെ ഭക്തരാണല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവവിചാരമുള്ളവരാണ്. പക്ഷേ ആണുങ്ങൾക്ക് അതിനിടയ്ക്ക് പറ്റാറില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പരേഷിൻ്റെയൊക്കെ ധ്യാനത്തിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ദൈവമേ എങ്ങനെയാണ് ഇത് കേൾക്കുന്നത്, ഇങ്ങനെ കേൾക്കുന്നത്. കാരണം പറയുന്ന എനിക്കില്ലാത്ത ആത്മാർത്ഥതയാണ് കേൾക്കുന്ന, ഇത്രയും കാര്യമായിട്ട് ഇത് കേൾക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ എലിജിബിലിറ്റി, നിങ്ങളെ എടുക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ആദ്യത്തെ ഇപ്പോൾ ഇവരോടൊക്കെ ഇപ്പോൾ നിങ്ങൾ അവരോടൊപ്പമാണ്, നിങ്ങൾ ഒരുമിച്ച്. ഞാനല്ല ഇതിൻ്റെ സെൻറ്റർ, നിങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മളിത് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഒന്നും കൊണ്ടുവരാൻ പോവല്ല, ഒന്ന് ചർച്ച ചെയ്യുന്നു, ഒന്ന് സംസാരിക്കുന്നു. ആദ്യത്തെ ടോപ്പിക്ക്, ഇന്ന് ആദ്യത്തെ എപ്പിസോഡിന് നമ്മളെടുക്കുന്ന ടോപ്പിക്ക് കുടുംബങ്ങളിലെ പ്രാർത്ഥനാ ജീവിതം. കുടുംബങ്ങളിലെ പ്രാർത്ഥനാ ജീവിതം, പ്രയർ ലൈഫ് ഇൻ അവർ ഫാമിലി, എസ്പെഷ്യലി ഇൻ ദോസ് മൈഗ്രൻ്റ് ഫാമിലി. നിങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് മൈഗ്രൻ്റ് ഫാമിലി റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, 2 യങ് ഫാമിലീസ്. എന്നുവെച്ചാൽ കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല പറ്റുന്ന കുട്ടികളുള്ള പേരൻസ്. ഇപ്പോൾ ഒരു 60 വയസ്സുള്ള പേരൻസ് ഇരുന്ന് കുടുംബങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കഴിഞ്ഞു, അവരുടെ സാധ്യതകൾ കഴിഞ്ഞു. ഇനി കൊച്ചുമക്കളെ വല്ലതും പറഞ്ഞു കൊടുക്കാമെങ്കിലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനല്ല. നിങ്ങൾ ഈ പറഞ്ഞ ടീനേജേഴ്സ്, ചെറുപ്പക്കാർ, വളരെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ മക്കളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് പല രീതിയിലായിരിക്കും. ഒന്ന് ഇതിൻ്റെ ചലഞ്ചസ് എന്താണ് നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന. നിങ്ങളെല്ലാവരും വർക്കിംഗ് പീപ്പിൾ ആണ് അല്ലേ? പണ്ടൊക്കെ നമുക്ക് അപ്പൻ വർക്ക് ചെയ്യുന്നു, നമ്മളൊക്കെ ജനിച്ച കാലത്തൊക്കെ ചിലപ്പോൾ അപ്പം വർക്ക് ചെയ്യുന്നു, അമ്മയ്ക്ക് കുറെ കൂടി ഇതിനൊക്കെ നേരം ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒട്ടും നേരമില്ല. അപ്പോൾ അത്തരം ചലഞ്ചസ് എന്താണ് നിങ്ങൾ ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് കൈമാറി കൊടുക്കുന്നതിന്, പ്രാർത്ഥന തന്നെ എന്താണ്, അല്ലെങ്കിൽ പ്രാർത്ഥന കൈമാറി കൊടുക്കുന്നതിന് ചലഞ്ചസ്, നിങ്ങൾ എന്താ ഇതിന് ചെയ്തത്, നിങ്ങൾ എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും മുന്നോട്ട് എന്താണ് നമുക്കുള്ള സാധ്യതകൾ, അതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ. ആരെങ്കിലുമൊക്കെ സംസാരിച്ചു? പ്രാർത്ഥന എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ വൈകുന്നേരം കൊന്ത ചെല്ലുന്നു, അത് പിള്ളേർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അവർക്കൊരു റിച്വൽ പോലെയാണ്, വെറുതെ ചടങ്ങ് തീർക്കൽ പോലെ സമയം നമ്മളെല്ലാരും കൂടി ഇരുന്ന് കൊന്ത ചെല്ലുന്നു, അത് കഴിഞ്ഞു, കൊന്ത ചെല്ലി കഴിഞ്ഞു, നമുക്ക് കടന്നുറങ്ങാൻ പോകും. പിന്നെ ദൈവം ഇല്ലാത്തവരെപ്പോൾ ജീവിക്കുന്നു. അല്ല, അങ്ങനെയല്ല, അത്രയും പറയണം. ചിലപ്പോ ഉണ്ടല്ലോ, നമ്മൾ ഫണ്ണായിട്ട് ചിലപ്പോൾ പിള്ളേർക്ക് തോന്നുവേ, പ്രാർത്ഥിക്കുന്ന നേരത്ത് അപ്പനും അമ്മയും എന്തൊരു ഭക്തരാണ്. പ്രാർത്ഥന കഴിഞ്ഞുള്ള ഫോൺ കോൾ കേട്ടാൽ, ആരെങ്കിലും വിളിക്കുകയായിരിക്കും എന്തെങ്കിലും ആവശ്യത്തിന്, ആ ഫോൺ കോൾ കേട്ടാൽ അരമണിക്കൂർ പ്രാർത്ഥിച്ച അപ്പനാണ് ഈ സംസാരിക്കുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തോന്നിപ്പോകും. അതുകൊണ്ട് പ്രാർത്ഥന ഭയങ്കര സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലൊക്കെ ചിലപ്പോൾ പിള്ളേർക്ക് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ആ പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് അവർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ എക്സാക്ട്ലി യേശു ക്രിസ്തു അവിടെ ഉണ്ടോ, അവരുടെ ജീവിതത്തിൽ ഉണ്ടോ, അവർക്ക് അതൊരു കംഫർട്ടാണോ, അവർക്ക് അതിന് തകർന്നു പോകാണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റണ ഒരു കരുത്ത് അതിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അത് കൊടുക്കാൻ. എക്സാക്ട്ലി പരേഷ് പറഞ്ഞ പോയിന്റ്. അതായത് ഇങ്ങനെ ഒരു റിച്വലിനപ്പുറത്ത് ആ കണക്ഷൻ കിട്ടണം പിള്ളേർക്ക്. അത് കൊടുക്കാനാണ് നമ്മൾ ഈ കിടന്ന് എഫേർട്ട് എടുക്കുന്നത്. അത് പറ്റുന്നുണ്ടോ? അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതായത് കർത്താവ് ഒരു റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് ഈ ചോദ്യം. അതൊരു നമുക്ക് എന്തോ സ്ഥാപിച്ചെടുക്കേണ്ട, ഇപ്പം നമ്മളെന്തോ എഫേർട്ട് എടുത്തിട്ട് ഇല്ലാത്തൊരാളെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രാർത്ഥന.
റിയാലിറ്റി ആണെങ്കിൽ പിന്നെ ഹി ഈസ് ദെയർ. അതെ. ആ ഫീൽ കൊടുക്കാൻ പക്ഷെ അവർക്കൊരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് അത് ശരിക്കും റിയൽ ആവുന്നത്. എക്സാക്ട്ലി റീസെന്റ് മൂത്ത ആള് അവൻ ഓക്കെ പ്രാർത്ഥിക്കും, ഇവിടെ വർഷിപ്പ് ബാൻഡിലൊക്കെ കയറി ഗിറ്റാറൊക്കെ വായിക്കും, പക്ഷെ അവൻ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ റീസെന്റ് അവനൊരു പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം ആണ്. അപ്പോൾ ഈ കൊല്ലം അവനൊരു സ്കൂളിൽ ബ്രിസ്ബണിലെ ഒരു സ്കൂളിൽ കിട്ടി. അപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പരീക്ഷ ഭയങ്കര പാടായിരുന്നു. അപ്പം പരീക്ഷ കഴിഞ്ഞ് കരഞ്ഞ് ഛർദ്ദിച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഇവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവൻ ആ സ്കൂളിൽ കിട്ടി കഴിഞ്ഞപ്പോൾ അവന്റെ വിശ്വാസം ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം മാറി. പിന്നെ ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ട് അവൻ പറഞ്ഞത്, കർത്താവ് എനിക്കിത് കിട്ടുകയാണെങ്കിൽ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെങ്കിൽ പിന്നെ എനിക്കിത് കിട്ടുക, അവന് ഭയങ്കര ആഗ്രഹമാണ്, അപ്പൊ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ട് ചെല്ലിക്കോളാം. കർത്താവായിട്ട് ചെറിയ ബാർഗെയിനിങ്. കുഴപ്പമില്ല, അത് സിമ്പിൾ ഫെയ്ത്ത് ആണ്. പിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ. അപ്പൊ അവന്റെ അത് അങ്ങനെ ഒരു പ്രോമിസ് എന്നുള്ള രീതിയിലായി ഡെയിലി പ്രെയർ. ഇപ്പൊ ഇനി അവർ നേരിട്ട് ഡീൽ ചെയ്തിരിക്കും. ഇനി നമുക്ക് പിന്മാറാൻ പറ്റുമല്ലോ. അവൻ ലീഡ് ചെയ്യുന്ന 4 വർഷമായി. അതിനകത്ത് തെറ്റില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നിങ്ങളും ഒക്കെ ഈ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ടതാ. അതായത് ഇപ്പൊ പരീക്ഷ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, എക്സ്പീരിയൻസ് കിട്ടണമെന്ന്. നമുക്ക് കൊടുക്കാൻ പറ്റുകയില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ? പറഞ്ഞു കൊടുക്കാം, അറിവ് കൊടുക്കാം. എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത് ആരാ? കർത്താവാണ്. കർത്താവ് കൊടുക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ ഞങ്ങൾ പറ്റുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രെയിനിങ്ങിലും പറഞ്ഞില്ലേ, നമുക്ക് അറിവേ കൊടുക്കാൻ പറ്റും. എക്സ്പീരിയൻസ് ദൈവം കൊടുക്കേണ്ടതാണ്. അതൊരു മോശം കാര്യമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മറിയം ദൈവത്തോട് ഇതാ കർത്താവിന്റെ ദാസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും എവിടെങ്കിലും കുറച്ച് സംശയം എങ്ങാനും മിച്ചം കിടപ്പുണ്ടെങ്കിൽ ആ സംശയം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാലാഖ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അത്? ആര് പറയുന്നു? ക്വിസ് തുടങ്ങാണ്. ഇവരെ വിളിച്ചപ്പോഴേ ഇവരുടെ പേടി അതായിരുന്നു, കർത്താവ് ഇതിനിടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കുമെന്നുള്ളതാണ്. കാരണം ധ്യാനം മുഴുവൻ ചോദ്യോത്തരമാണ്. പറഞ്ഞു നോക്കട്ടെ ആര് സ്കോർ ചെയ്യുമെന്ന് നോക്കട്ടെ. ശ്രദ്ധിച്ച് കേൾക്കണം, ചോദ്യം ഭയങ്കര രസമാണ്. ശരിക്കും ഇങ്ങനെ സ്വർഗം ഇങ്ങനെ നിയോഗമൊക്കെ മറിയത്തെ ഏൽപ്പിച്ചു. മറിയാണെങ്കിൽ വളരെ കാര്യമായിട്ട് ആദ്യം അസ്വസ്ഥയായി ചിന്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നു ഓക്കെ ഫൈൻ, ഇതാ കർത്താവിന്റെ ദാസി. അങ്ങനെ അവള് പറഞ്ഞെങ്കിലും ഇനി സ്വർഗം തന്നെ കൺസേൺഡ് ആകുകയാണ്. മറിയത്തിന് എങ്ങാനും കുറച്ച് സംശയം വല്ലതും മിച്ചം ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ച്. നിന്റെ ചാർച്ചക്കാരിയായ എക്സാക്ട്ലി. ഇതുകൊണ്ടാണ് ഈ മനുഷ്യൻ സദസ്സിൽ പഠിപ്പിക്കാൻ ഞാൻ പറയുന്നത്. അതെ, ശരിക്കും അത് ചോദിച്ചൊന്നുമില്ല മറിയം ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഇതാ കർത്താവിന്റെ ദാസി പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തതാ. ഉടനെ സ്വർഗം പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരി എലിസബത്തിന് ഇത് 3-ാം മാസമാണ് എന്ന് വെച്ചാല് പ്രൂഫ് കൊടുക്കുക. കാരണം ഐ ക്യാൻ ഡു വണ്ടേഴ്സ്, ഐ ക്യാൻ ഡു മിറക്കിൾസ്. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് കൊച്ചുങ്ങളെ നൽകാൻ പറ്റുമെങ്കിൽ പുരുഷനെ അറിയാത്ത നിനക്ക് സ്വർഗം കുഞ്ഞിനെ തരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാ, കർത്താവെ ഒരു അധിക എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ ഒന്ന് തന്നു. അത് കുഞ്ഞുങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറയണം. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണം. ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തു, അധിക എക്സ്പീരിയൻസ്. ഗുഡ്, ഫൈൻ. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ ഈ പറയുന്നത് അല്ലേ. ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, അവർ നമ്മളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം വീട്ടില് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കുരിശ് വരയ്ക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഞങ്ങള് ചെയ്യാറുണ്ട്. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് രണ്ടുപേരും. കൊള്ളാലോ. അതിപ്പോ ഒറ്റയ്ക്കാണ് പോകുന്നെങ്കിലും അല്പനേരം അവിടെ നിന്നിട്ടേ പോകത്തുള്ളൂ. അത് നമുക്കൊരു ബലമാണ്. ഞാൻ നിങ്ങളുടെ ബലക്കുറവിനെ കുറിച്ച് ചോദിച്ചതല്ല. അവർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ട്. ഗുഡ്. ചെയ്യുന്നുണ്ടോ? ആനൊരു ഇതുണ്ട്, അതായത് രാവിലെ പിള്ളേര് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവരെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചിട്ടേ വിടത്തുള്ളൂ. പറഞ്ഞിട്ടേ വിടത്തുള്ളൂ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മുമ്പ് ഒരു കുരിശ് വരച്ച് ഗോഡ് ബ്ലെസ് യു പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ ഡ്യൂട്ടിക്ക് വന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ടോ? ഡ്യൂട്ടിക്ക് പോകണ്ട, വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല അല്ലേ? ഫൈൻ. നിങ്ങളും അങ്ങനെ പോകുന്നതിന് മുമ്പ് എന്താ നല്ല എക്സാമ്പിൾ ചെയ്ത് പറഞ്ഞത്. അതായത് ഞാൻ അങ്ങോട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കല്ലോ, ഇവർ തന്നെ പറയുകയാണ്. ശരിക്കും നിങ്ങൾ ഈ കേൾക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ, ഇത് ടേക്ക് അപ്പ് ചെയ്യാവുന്നൊരു കാര്യമാണ്. എന്ത് രസമാണ്. അതായത് കുട്ടികളെ ഒത്തിരി ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ജോലിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അല്പനേരം അവിടെ പോയി നിൽക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, ഒരു കുരിശ് വരയ്ക്കുക, പറ്റുമെങ്കിൽ ഒരു ബൈബിൾ തുറന്നൊരു ഒരു സെന്റൻസ് വായിക്കുക, അല്ലെ? ഒന്ന് തൊട്ടുമുത്തി ഒന്ന് ആചാരം ചെയ്തു പോകും. നല്ല കാര്യം കേട്ടോ. ഗ്രേറ്റ്. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവരും ചെയ്യും. അവർ പോകുന്നതിന് മുന്നേ ഈവൻ നമ്മൾ മറന്നു പോയാൽ പോലും കൊച്ചു പിള്ളേരാണെങ്കിലും അവർ ഇനിയിപ്പോ നിങ്ങളില്ലെങ്കിൽ മൂത്തങ്ങൾ ഇളയങ്ങൾ പറിച്ചു കൊടുക്കുമായിരിക്കും അല്ലെ? ചിലപ്പോ അവർക്കറിയാച്ച ഒരു ബ്ലെസ്സിങ് കിട്ടുമ്പോഴത്തേനും. ഞങ്ങളുടെ അവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നീണ്ട പ്രയർ ഒന്നും ഇല്ലെങ്കിലും രൂപത്തിന്റെ അടുത്ത് പോയി തൊട്ടുമുത്ത ഈശോയെ കാത്തോണേ എന്ന് പറയാ. പിന്നെ ഞങ്ങൾ പിള്ളേർ
പിള്ളേർക്ക് രണ്ടുപേർക്കും ഒരു വചനം പറഞ്ഞു ഒരു ബ്ലെസ്സിങ് കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും. അപ്പൊ നമ്മള് ഇറങ്ങാൻ നേരത്തെ ഒരു റഷിലാണ്. അപ്പൊ പിള്ളേര് ഓർത്ത് അമ്മ ബ്ലെസ്സിങ് കിട്ടിയില്ല, അവർക്കപ്പൊ അത് ഉണ്ടെങ്കില് ഒരു ബലമാണെന്നുള്ളൊരു ഞങ്ങൾക്കൊരു വചനം അച്ഛൻ ഇപ്പൊ എന്നെ കൊണ്ട് ഒരു 75 വചനങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്താ സംഭവം? പുതിയ എന്തോ വരുന്നുണ്ട് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അത് അച്ഛൻ ഇങ്ങനെ എന്നോട് ഒരു 75 വചനം കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഫീഡ് മൈ ഷീപ്പിന്റെ ടീമാണ്, പിള്ളേരാണ് റെഡിയാക്കി. ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള 75 ബൈബിൾ വാക്യങ്ങൾ അച്ഛനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കുള്ള പണിയാണ്. ഞങ്ങളുടെ ബൈബിൾ കലോത്സവത്തിന്റെ ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ നമുക്കത് ഭയങ്കര അത്ഭുതം തോന്നും. ഈ പ്രെപ്പിലേക്കുള്ള ഒരു 5-6 വയസ്സുള്ള പിള്ളേരൊക്കെ 10-20 വചനമൊക്കെ കാണപ്പാടം ഇരുന്ന് പറയണ കേൾക്കുമ്പോഴത്തേനും ക്രെഡിറ്റ്സ്. ഇപ്പൊ ഒരു വർഷം ഉണ്ടല്ലോ, ഇത് കേൾക്കുന്നവരില്, ഇത് കേട്ടോണ്ടിരിക്കുന്നവരിൽ കുറച്ച് പേര് ഇപ്പൊ ചിന്തിക്കുവേ, ഞങ്ങളും ഇങ്ങനെയൊക്കെ വളർത്തിയതാച്ചു. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ നീറ്റിലായിരിക്കുവേ നിങ്ങളിത് പറയുമ്പോഴേ, ഞങ്ങളും ഇങ്ങനെയൊക്കെ വളർത്തിയതാണ്, പക്ഷേ ഒരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകാൻ അറിയത്തില്ല ഈ പിള്ളേർ. ചിലപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആകണം. നമുക്ക് ഉറപ്പൊന്നുമില്ല, നമ്മൾ ഇതെല്ലാം ചെയ്താലും ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് ഉറപ്പില്ല. ഒരു പീർ പ്രഷർ ഉണ്ട്. ഇവിടുത്തെ സൊസൈറ്റി അങ്ങനത്തെയാണ്, കൾച്ചർ അങ്ങനത്തെയാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇവർ അയയും, അകലും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ടെൻഷൻ അടിക്കണ്ട, അകലട്ടെ. കാരണം നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇത് സത്യമാണെങ്കിൽ തിരിച്ചു വരും. അത് അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടേക്കുക. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫാമിലി പ്രയർ കൺസെപ്റ്റ് എങ്ങനെയാണ്? ഉണ്ടോ? നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ഒരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ട്? മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളൂ. ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു ഫാമിലി പ്രയറിൽ അത് എങ്ങനെ വന്ന എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പല ഷിഫ്റ്റുകൾ ആയിരിക്കും. അതായത് ഒരാൾ പോകുമ്പോഴായിരിക്കും ലൈക്ക് ലിറ്ററലി ഒരു ക്രോസ് ഓവർ എന്ന് പറയുന്ന ഒരു 1.5 hours ഒക്കെ ഉണ്ടാവുള്ളൂ. ലൈക്ക് ഒരാൾ നൈറ്റ് പോകും, അല്ലെങ്കിൽ ഒരാൾ ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു വരുമ്പോഴേക്കും ഒരു 1.5 hours ഒക്കെ ഞങ്ങൾക്ക് ഓവർലാപ്പ് കിട്ടാറുണ്ട്. അപ്പൊ ഒരു ഷോർട്ട് ഒരു നന്മ പറഞ്ഞ ഒരു ഒരു കുരിശുവരെയും പിന്നെ കർത്താനമാലാകെ ആഞ്ചലസ് മോളാണ്. എന്നുവെച്ചാൽ അവളിപ്പോ കുർബാന കൊള്ളപ്പാട്ടിന് ഒരുങ്ങാനായിട്ട് ഇരുന്നപ്പോ പ്രാർത്ഥന പഠിക്കാൻ ഏറ്റവും എളുപ്പം അവളെ കൊണ്ട് തന്നെ ലീഡ് ചെയ്യിപ്പിക്കുക. കുടുംബ പ്രാർത്ഥന ചെല്ലുവാണെങ്കിൽ അവള് കൊന്ത ചെല്ലുക. അപ്പൊ അവൾക്കറിയാം, ലൈക്ക് അവൾക്ക് രഹസ്യങ്ങൾ അറിയാം. എന്താ വെച്ചാൽ ഞങ്ങൾ കാറിലൊക്കെ ഇരുന്ന് ചെല്ലാൻ നേരത്ത് അവള് ലീഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്, എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൾക്ക് കാണാപ്പാട് അറിയാം എന്നുള്ളൊരു ഇത് വരും. അപ്പൊ അവള് ചെയ്യും. പക്ഷെ ഒന്നും നടന്നില്ലെങ്കിൽ ഇപ്പൊ ആൾക്ക് പറഞ്ഞ പോലെ ഒരു പ്രതിഷ്ഠയും സ്വർഗസ്നായ 10 നന്മ അത്രയെങ്കിലും ചെയ്യും. നമ്മള് ട്രഡീഷണലി പറഞ്ഞിരുന്ന ആ പാറ്റേൺ ഒന്നും നമുക്ക് എപ്പോഴും ഫുൾഫിൽ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ ഇവിടുത്തെ സിറ്റുവേഷനിൽ. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പക്ഷേ ഇത്രയേ ഉള്ളൂ, എല്ലാ ദിവസവും ഒരുമിച്ച് പ്രാർത്ഥന മുഴങ്ങണം. ഒരു വീട്ടിൽ എല്ലാ ദിവസവും എവിടെങ്കിലും ഈ പറഞ്ഞ ഒരു കോമൺ ടൈം കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ എല്ലാ ദിവസവും അത് വലിയ അനുഗ്രഹം കേട്ടോ. ഇപ്പൊ കുരിശ് വരയ്ക്കാത്തത് കൊണ്ട് ഒരാൾ മോശക്കാരാകുന്നില്ല. ശരിക്കും നിങ്ങളുടെയൊക്കെ സിറ്റുവേഷൻ അങ്ങനെയും കൂടെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് കുറ്റബോധമായിരിക്കും, ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും മുഴുവൻ കുരിശ് വരയ്ക്കുന്നില്ലല്ലോ. ഒരാള് തന്നെ ഒരു പേരന്റ് തന്നെ വീട്ടിലാവുമ്പോൾ ആ പേരന്റിന് നല്ലൊരു സ്ട്രെസ് ആണ് ഇവരെ, എസ്പെഷ്യലി ഞങ്ങളെ പോലെ കൊച്ചു പിള്ളേരുള്ളവർക്ക് അവരെ ആ ഇതിലേക്ക് കൊണ്ടുവരിക, അവിടെ അവരെ ഇരുത്തുക. അവർ ചിലപ്പോൾ ഇച്ചിരി നോട്ടിയായിട്ട് പെരുമാറും. അപ്പൊ ചിലപ്പോൾ നമ്മൾ വഴക്ക് പറയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കുറ്റബോധമാണ്, നമ്മൾ ഇവരെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് പ്രാർത്ഥന ചെല്ലിപ്പിക്കാനാണ്. അപ്പൊ നമ്മൾ അവരെ വഴക്ക് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു മീനിങ് എന്താണ്? ദൈവസ്നേഹമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു, ക്ഷമയുണ്ടെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് നിങ്ങൾ കടന്നു പോകുന്ന സ്ട്രഗിൾ ഒരു വശത്ത് നമുക്ക് കിട്ടിയ ഈ ട്രഡീഷണൽ വാല്യൂസ് കിടപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ അപ്പനും അമ്മയും കുരിശ് വരയ്ക്കുന്നില്ലേ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്കാണെങ്കിൽ ഇത് എങ്ങനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുമെന്നുള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ് ആക്കാതെ. അതിൻ്റെ അത് വേറൊരു ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷേ ഞാൻ പറഞ്ഞ നൈറ്റ് ഓഫ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയായിരിക്കും. വൈകുന്നേരം നമ്മൾ ഇരിക്കുമ്പോൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയും ഉണ്ട്, അവർ വളരെ എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റിൽ അവർ കാണിക്കുന്നത് നമുക്കത് കുരുത്തക്കേടായിട്ട് അവരവിടെ കുരിശ് വരികയായിരിക്കുമ്പോൾ അവര് അവിടെ ഡാൻസ് കളിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 7 o'clock ആയി ഇടാ വന്ന് മുട്ടുകുത്തി നിൽക്കും. അവരെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയം. അപ്പൊ അവർക്ക് അന്നത്തെ വിശേഷം പറയണം. ഞാൻ എന്റെ ഒരു ഓർമ്മ പറയട്ടെ. ഞങ്ങളുടെ കൊച്ചിലെയും എൻ്റെ അപ്പൻ ആർമിയിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടെ ഉള്ള മൊമെന്റ്സ് വളരെ കുറവാണ്, അത്ര ഒരുമിച്ചുള്ള മെമ്മറീസ്. പക്ഷെ ഉള്ള സമയത്ത് ഇപ്പൊ ഈ ഞങ്ങളുടെ വീട്ടിലൊരു കുരിശുവര പായ ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ നിലത്തിരുന്നാണല്ലോ ഇപ്പൊ കുരിശ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ പായ കുരിശ് വരയ്ക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല. അതിങ്ങനെ മടക്കി വെച്ചേക്കും. കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇടും, ഇരിക്കും. കുരിശ് വരയ്ക്കാൻ തുടങ്ങാമെന്ന് പറയാം. അപ്പോൾ ഉള്ളത് പറഞ്ഞാൽ നമുക്കെല്ലാം മടിയുണ്ടല്ലോ കുരിശ് വരയ്ക്കാമെന്ന്. അപ്പം നമ്മൾ എന്തിനറിയാം, വിഷയം ഡൈവേർട്ട് ചെയ്യും, എന്തെങ്കിലും വിഷയം എടുത്തിടും, എന്നിട്ട് സംസാരം തുടങ്ങും. ഈ പറഞ്ഞ ആ പിള്ളേരുടെ ഒക്കെ പ്രശ്നമായിരുന്നല്ലോ നമ്മളൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ പറയുമ്പോൾ ഉടനെ അപ്പനും അമ്മയും കൂടുന്നു, പെങ്ങൾ സംസാരിക്കുന്നു.
ഇങ്ങനെ കുറേ സംസാരം കഴിയുമ്പോൾ ഫാമിലി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിയുമ്പോൾ പറയും എന്നാ നമുക്ക് കുരിശ് വരയ്ക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് തുറന്നു സംസാരിച്ചു. ഈ സംസാരിച്ച സാധനങ്ങളൊക്കെ ഇനി പ്രാർത്ഥനയുടെ നേരത്തെ തലയിൽ വരും. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയമായി. കാരണം അമ്മ പറഞ്ഞു ഇന്ന് രാവിലെ തൊട്ടൊരു നടുവേദനയുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കാൻ എനിക്ക് വിഷയമായി. എൻ്റെ അമ്മയുടെ നടുവേദന പ്രാർത്ഥനയായി. പെങ്ങള് പറയാണ് നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അത് സംസാരത്തിന് നേരത്തെ അറിഞ്ഞത്. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയം കിട്ടി. അപ്പൻ അടുത്ത ആഴ്ച തിരിച്ചു പോകാതായി. അപ്പൊ അപ്പം പോകുമ്പോൾ അതിന്റെ സങ്കടമുണ്ട്. ആ സങ്കടവും പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയം കിട്ടി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെ അടിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കരുത്. അവർ മിണ്ടട്ടെ. മിണ്ടി എല്ലാം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് മതി, നമുക്ക് അല്പം നേരം പ്രാർത്ഥിച്ചാലോ. അപ്പൊ അവര് വരും. കാരണം അവർ കഴിഞ്ഞു, റിലാക്സ്ഡ് ആയി, അവർ ലൈറ്റ് ആയി. അപ്പൊ അവരെ വിളിച്ച് പിന്നെ നമുക്ക് പ്രാർത്ഥിച്ചാലോ, കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരിക്കും തോന്നുന്നു. എനിക്കറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയാം. പിന്നെ അവരോട് തന്നെ ചില പ്രാർത്ഥനകൾ അവരോട് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാക്കാം. അത് അടിപൊളിയാണ്. അത് ചെയ്യിക്കണം കേട്ടോ. അത് നമ്മൾ ഇതിനൊക്കെ പറഞ്ഞില്ലേ, അതായത് നമുക്ക് കൊന്ത വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ച്. കൊന്ത ചെല്ലുക എന്നുള്ളത്, അത് കൊന്ത ഒട്ടും മോശമാക്കരുത്. കൊന്ത ചെല്ലണം, പറ്റുന്നിടത്തോളം നിങ്ങൾ പേഴ്സണലിയൊക്കെ ചെല്ലണം. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു കൺസേൺ ഞാൻ പറയട്ടെ, പിള്ളേരുടെ കൂടുതൽ മിങ്കിൾ ചെയ്യുന്നതുകൊണ്ടാണ് ഒരേ പ്രാർത്ഥന തന്നെ 50 പ്രാവശ്യം ചെല്ലുന്നത് നോട്ട് എൻജോയിങ് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, എനിക്കറിയാം ഈ പറഞ്ഞ അത് നിങ്ങൾ ചെയ്യാവുന്നത്, ഈ പറഞ്ഞ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്കൊരു ചാൻസ് കൊടുക്കുക. ഒരു പ്രയർ ഉണ്ടായിക്കൊണ്ട് പോവാ. അപ്പോൾ ഈ കൊച്ചിന് എന്താ കൊടുക്കുന്നത് അറിയാമോ? അപ്പനോട് പോയി ചോദിക്കണം, അപ്പ എന്തെങ്കിലും പ്രത്യേക ഇന്റൻഷൻ ഉണ്ടോ, ഇന്റൻഷൻ വല്ലതും ഉണ്ടോ അമ്മയോട്, സിബ്ലിങ്സിനോട്. എന്നിട്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് കുറച്ച് പ്രാർത്ഥന ഉണ്ടാക്കട്ടെ. ഇവിടെ സിലബസ് അങ്ങനത്തെ അല്ലേ, സ്കൂളിലെ സിലബസ് അവർ വർക്ക് ചെയ്യുന്നതല്ലേ. പ്രയറിൽ അവർ വർക്ക് ചെയ്യട്ടെ, ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. യെസ്, ചെറിയൊരു കാര്യം പറയുമ്പോൾ കൊന്ത ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നെ കരുണക്കൊന്തയുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഫൈൻ. യെസ്, നമുക്കിപ്പോ 2-3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ വേഗം നടക്കും. കാരണം പ്രഷറിലാണ്. പിന്നെ ഞങ്ങളാണെങ്കിലും കൊച്ചു പിള്ളേരായതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് ആ ഒരു ഓർമ്മയുണ്ട് പഴയ നമ്മള് ബോറടിച്ചതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതപ്പോ നമ്മുടെ മക്കളിലും നമ്മൾ അത് ഷോർട്ട് ആക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്കിത് രണ്ടും വേണം. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് അത് പരിശുദ്ധാത്മാവ് പറയിപ്പിച്ചതാ, അല്ലെങ്കിൽ മറ്റേ റൂട്ടിലോട്ട് പോയനെ. നമുക്ക് ഈ സ്ട്രക്ചേർഡ് പ്രയേഴ്സും വേണം, സ്പോണ്ടേനിയസ് പ്രയേഴ്സും വേണം. ഇപ്പൊ നമ്മള് ഈ സ്ട്രക്ചേർഡ് പ്രയേഴ്സിനെ ഫുള്ള് വിട്ട് കളഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മെല്ലെ ഒരു സൈക്കോളജി ആയിട്ട് മാറും. പിന്നെ അവർക്ക് ലിറ്റർജി പോലും എൻജോയ് ചെയ്യാൻ പറ്റുക. മനസ്സിലാകുന്നുണ്ട്? ഈ പുതിയ സ്പിരിച്വാലിറ്റിയുടെ, ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയുടെ പോക്കാത് പേഴ്സണലിസ്റ്റിക് സ്പിരിച്വാലിറ്റി മാത്രമായിട്ട് ചുരുങ്ങിപ്പോകും. എപ്പോഴും അങ്ങനെ എനിക്ക് തോന്നുന്നു പ്രാർത്ഥിക്കാനുള്ളതല്ല. ചില സമയത്ത് റിട്ടേൺ പ്രയേഴ്സ് ഉണ്ട്, അത് പ്രാർത്ഥിക്കണം. ഇപ്പുറത്ത് എന്റെ കോൺട്രിബ്യൂഷൻസ് വരണം. രണ്ടും ബ്ലെൻഡ് ചെയ്യണം, ആ ബാലൻസ് കീപ്പ് ചെയ്യണം. രണ്ടും കൊണ്ടുപോയി കറക്റ്റ് ആണ്, മച്ചുവേർഡ് ആയിരിക്കും അത്. ഞങ്ങളതിന് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് പിള്ളേർ ഒത്തിരി എൻജോയ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ട്. വെച്ചാൽ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും അവരുടെ അടുത്ത് പറയും, വൺ ഗുഡ് തിങ് ദാറ്റ് ഹാപ്പൻ ടുഡേ ദാറ്റ് യു ആർ താങ്ക്ഫുൾ ടു ജീസസിന്. അപ്പൊ പിള്ളേരുടെ ചിലപ്പോൾ ഒരു ബോൾ കിക്ക് ചെയ്യാൻ കിട്ടിയതായിരിക്കും. അതൊക്കെ അവർ അത്രയും താങ്ക്ഫുൾ ആയിട്ട് പറയണ കേൾക്കുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. അതുപോലെ തന്നെ ചോദിക്കും, വൺ തിങ് ദാറ്റ് യു ആർ സോറി അബൌട്ട്, ഇന്ന് സംഭവിച്ചാല് ഈശോന്റെ അടുത്ത് സോറി. അപ്പൊ അവര് പറയുന്ന കേൾക്കുമ്പോ ഇങ്ങനെയൊക്കെ സ്കൂളിൽ സംഭവിച്ചോ, അങ്ങനെ നമ്മുടെ അടുത്ത് പറയാൻ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. പക്ഷെ അത് അവരൊത്തിരി എൻജോയ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പറയണ പോലെ ഞങ്ങൾക്ക് അത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ലതാണ് കേട്ടോ അങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ. അതൊക്കെ പരീക്ഷ ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ കൊച്ചു പിള്ളേരെ അവരത് അങ്ങനെയല്ല. ഞങ്ങള് ഇവര് കേറി വരുമ്പോ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അതെ. വീട്ടിലേക്ക് വരുമ്പോ തന്നെ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു, ദിവസം എങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ആൻസർ ബൈ ഡിഫോൾട്ട് ഗുഡ് ആയിരിക്കും. അതിനപ്പുറത്തൊരു വാക്ക് വരത്തില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ഗുഡ് ആണെങ്കിലും ഓക്കെ ആണെങ്കിലും ചോദിക്കും, ഓക്കെ വാട്ട് ഹാപ്പൻ. പിന്നെ ഇങ്ങനെ പതുക്കെ വരും. പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ കുറച്ചും കൂടി ശരിയല്ലേ? നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ പിള്ളേർ സംസാരിക്കുകയല്ലേ? ചെറുതുങ്ങളായിട്ട് പറഞ്ഞു തീരാൻ പറ്റുന്നില്ല. അതെ, നിങ്ങൾ മടുക്കരുത്. അതായത് നിങ്ങളത് കേൾക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ കേൾക്കാതായാൽ ഇപ്പൊ ഈ പറഞ്ഞ ബുദ്ധിമുട്ടില്ലേ, അതിലേക്ക് അത് പോകുന്നത്. ഇത് കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ലിസൺ ചെയ്യണം പിള്ളേരെ. കാരണം നമ്മൾ പിന്നെ കൊതിക്കും ഇതുങ്ങൾ വല്ലതും പറഞ്ഞിരുന്നെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ മടുക്കുകയും ചെയ്യരുത്. ലൈറ്റായിട്ട് പിന്നെ അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. യു ഹാവ് എ ഫ്രണ്ട് ഇൻ അസ്, ഞങ്ങളിൽ നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട് എന്ന ഫീല് കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് പിയർ ഗ്രൂപ്പിലോട്ട് പോകും, നമ്മുടെ നിന്ന് അകന്നു പോകും. നല്ലതാണ്. അതുപോലെ തന്നെ ഈ വന്നു കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ വർത്താനത്തിന്റെ ഇടയിൽ കുറേശ്ശെ കണ്ണീന്ന് വെള്ളം വരാൻ തുടങ്ങി. അതൊക്കെ വലിയ കാര്യം കേട്ടോ, അങ്ങനെ എക്സ്പ്രസീവ് ആകുന്നത്. പൊതുവെ ഇവിടെ എക്സ്പ്രഷൻസ് കുറവാണ്. അത് കഴിയുമ്പോൾ നമുക്ക് പറയാം, അപ്പൊ കൊന്തയില്ലായിരിക്കുമ്പോ
ഈ ഒരു പ്രാർത്ഥന ചെല്ലിലേക്ക് പറയുമ്പോൾ അപ്പൊ അറിയാം നമുക്ക് ആ പ്രാർത്ഥന വരുന്നുള്ളത്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന പുറത്തേക്ക് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്നെ റിമൈൻഡ് ചെയ്യും, അതായത് നിനക്ക് ഇങ്ങനെ മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോ നീ പ്രാർത്ഥിച്ചപ്പോ നിനക്ക് സംഭവിച്ചു, അപ്പൊ ഇപ്പൊ പ്രാർത്ഥിക്കും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ റിലാക്സ്ഡ് ആവാണ്, അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റിയും അതും ഇതൊക്കെ വന്നു. അതിലെ സ്പിരിച്വാലിറ്റി ഈസ് ഓൾ അബൌട്ട് സ്മൂത്ത്നെസ്, ഈസിനെസ്. അത് കറക്റ്റാണ്, നിങ്ങളുടെ ആ ട്രാക്ക് കറക്റ്റാണ് കേട്ടോ, നന്നായിട്ട്. ഈ പറഞ്ഞ ഒരു മൂന്ന് വാക്കുകൾ എപ്പോഴും ഇവരുടെ ലൈഫിൽ പ്രയറിൽ കൊടുക്കണം. ഒന്ന് താങ്ക്സ്, സെക്കൻഡ് സോറി, തേർഡ് വൺ റിക്വസ്റ്റ്. ഇത് മൂന്നും ഒരു പാറ്റേൺ ആയിരിക്കണം. എപ്പോഴും താങ്ക്സ് പറയണം, സെക്കൻഡ് വൺ സേ സോറി, തെറ്റിപ്പോയി, 3 നാളത്തേക്കുള്ള റിക്വസ്റ്റ്. ഇത് പ്രാർത്ഥന ഉൾപ്പെടുത്തിയാൽ തന്നെ ഒരു പാറ്റേൺ കിട്ടും എപ്പോഴും. ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ രണ്ടാമത്തത് തെറ്റിപ്പോയി, സോറി പറയുക, മൂന്നാമത്തത് റിക്വസ്റ്റ് വെക്കുക. അതൊരു പാറ്റേൺ ആയിട്ട് സൂക്ഷിക്കണം. ഗുഡ്. നിങ്ങൾ ഈ കാറിലൊക്കെ കയറുമ്പോഴൊക്കെ യാത്രയിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? അച്ഛൻ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വിലക്കാണ്. ധ്യാനം കഴിഞ്ഞപ്പോ വിലക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടരുത്, ഈ മനുഷ്യൻ എന്നതാ ധ്യാനിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇവർക്ക് ധ്യാനത്തിനല്ല, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ഒരു കാര്യം പറഞ്ഞു. കാറിലൊക്കെ കയറുമ്പോൾ ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിച്ചേക്കരുതെന്ന് പറഞ്ഞു. പറഞ്ഞതിന്റെ ഉദ്ദേശം, എനിക്ക് നല്ല ഉറപ്പാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഫുൾ എൻക്ലോസ്ഡ് ഫാമിലി ടൈം കിട്ടുന്നത് അത് സത്യമാണ്. മിണ്ട്, നിങ്ങൾ പിള്ളേരോട് സംസാരിക്കേ. ഈ പ്രാർത്ഥന നിങ്ങൾ ഓർത്ത് നോക്കി, നിങ്ങളൊരു സ്ഥലത്തേക്ക് 1.5 മണിക്കൂർ ഡ്രൈവ്, 1.5 മണിക്കൂറും കൊന്തയില്ല. അത് നിങ്ങൾ ഓക്കെ, നിങ്ങൾ രണ്ടുപേരും, കാരണം നിങ്ങൾ രണ്ട് മിണ്ടായി അങ്ങോട്ട് മിണ്ടായി ഇഷ്ടമല്ലേ, മിണ്ടിയ വഴക്കായിരിക്കും. അപ്പൊ നിങ്ങൾ കൊന്തയില്ലെന്ന ഭേദം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അവിടെ സമാധാനം. പക്ഷെ അങ്ങനെ തമാശക്ക് പറഞ്ഞ, പക്ഷെ അങ്ങനല്ല, പിള്ളേരോടെ പ്രാർത്ഥിക്കണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ചെല്ലുക, മേ ബി ടു സെയിന്റ് മൈക്കിൾ, അല്ലെങ്കിൽ റഫായേലാണ് യാത്രക്കാരുടെ മധ്യസ്ഥനായ മാലാഖ, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ, സെയിന്റ് ജോസഫ്, യൗസപിതാവാണ് തിരുക്കുടുംബത്തെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയത്. അത്തരം കാര്യങ്ങൾ കണക്ട് ചെയ്യണം. ഇപ്പൊ നോക്കി, റഫായേൽ മാലാഖ തോപ്പിത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. റഫായേൽ മാലാഖയാണ് ഗൈഡ് ചെയ്തത്. യൗസപിതാവ് ഉണ്ണിമിശിഹായെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. സെയിന്റ് ക്രിസ്റ്റഫർ ആണ് ഉണ്ണിമിശിഹായെ തോളത്ത് വെച്ചുകൊണ്ട് പോകുന്ന ഒരു ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പുഴ കടത്തിയത് ഒരു കൊച്ചിനെ. അപ്പൊ അങ്ങനത്തെ കൊച്ചു കൊച്ചു പയറ്റി ഇതിനകത്തോട് കൊടുത്ത ഒരു പ്രാർത്ഥന ചെല്ലുക സ്റ്റാർട്ടിങ്ങിൽ കാറേ കയറും. മേ ബി 91 സങ്കീർത്തനം കാറേ കയറുന്ന പാടെ നിങ്ങൾ അതാ ചെയ്യുന്നല്ലേ? നല്ല ചെയ്യുന്നുണ്ട്. കാറേ കയറുമ്പോഴെല്ലാം സാം 91 ചെല്ലും. മാതാവിന്റെ പ്രതിഷ്ഠയും വിമല ഹൃദയ പ്രതിഷ്ഠയും ഇതും ചെല്ലുന്നുണ്ട് കാറേ, എല്ലാ ദിവസവും കാറേ കയറുമ്പോൾ. ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ചെല്ലിട്ടാണ്. ഓ, നല്ല കാര്യം കേട്ടോ, നിങ്ങളിത് കാണുക കേട്ടോ, കാണുക. മറ്റേ നിങ്ങളിത് കേൾക്കുക എന്നൊക്കെ പറയുന്നത് സേഫായിട്ട് എത്താൻ ഡ്രൈവിംഗ് സ്കില്ലുള്ള ഒരാളുടെ വിചാരം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്താൽ എത്തുമെന്നാണ്. പക്ഷെ അവിടെയും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിപ്പെൻഡൻസ് ഉണ്ടാകുകയും അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് ഫെയ്ത്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നല്ല കാര്യമാണ്. ഗുഡ്. ഇവിടെ നിങ്ങളും കാറെ കയറുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? ഇറങ്ങുമ്പോഴാണ് കാറെ കയറുമ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് കുരിശ് വരയ്ക്കുകയോ സ്റ്റിയറിംഗിലെങ്കിലും ഒരു കുരിശ് വരയ്ക്കുകയോ ഒക്കെ ചെയ്താൽ അതൊരു എക്സ്പ്രഷൻ അല്ലേ അല്ലെ? നമ്മൾ ചെയ്യാറുണ്ടോ? നിങ്ങൾ കാറെ കയറുന്നില്ല, എനിക്കറിയാം. നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാറില്ല. ഞങ്ങൾ കാറെ ഞങ്ങൾ ഡ്രൈവിനൊക്കെ പോവാണെങ്കിൽ, ലോങ് ഡ്രൈവിന് പോവാണെങ്കിൽ ഞങ്ങൾ തുടങ്ങുമ്പോ തന്നെ ആ പ്രാർത്ഥന ഒരു കൊന്തച്ചൊല്ലി തീരും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സമയമായി. ലോങ് ഡ്രൈവ് ആകുമ്പോൾ അതിനേക്കാളും കൂടുതൽ സമയം. അല്ല, കൊന്ത ഈ പറഞ്ഞ ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഒരു കൊന്ത ഇല്ലിക്കും. കാരണം അതിന്റെ ഒരു പോർഷൻ അല്ലേ. സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അത് എന്ത് നമുക്ക് റിഗ്രറ്റ് ആണ് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, വൈകിട്ട് എന്ന് പറഞ്ഞ ഒരു റഷാണ്. അപ്പൊ നടക്കത്തില്ല. അപ്പൊ അതാണ് രാവിലെ ആ സിറ്റുവേഷനിൽ ഓക്കെ. കാരണം നമുക്ക് കുടുംബ പ്രാർത്ഥന ചിലപ്പോൾ നടക്കണമെന്നില്ല. പിന്നെ അത് നമ്മളിങ്ങനെ യാത്രയിലങ്ങ് ആക്കുന്നു. ഫൈൻ. അതിപ്പോ നമ്മളും ഒക്കെ, ഇപ്പൊ ഞാനും ഒക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ തിരിച്ച് വീട്ടിലെത്താൻ ലേറ്റ് ആവും. വീട്ടിലെത്തിയാൽ മടുത്തു പോകും. വീട്ടിലെത്തിയിട്ട് കിടന്നങ്ങ് കുളിച്ചിട്ട് ഉറങ്ങത്തേ ഉള്ളൂ. അപ്പൊ അമ്മ പറയും കൊന്തയല്ല. അപ്പൊ കുരിശുമണിയിട്ട് നേരമായി 7 മണിയായി കൊന്തയില്ലേക്കാം. അപ്പൊ കാറയിൽ നമ്മളൊരു കൊന്തയില്ല. അപ്പൊ കുരിശുവരെ അവിടെയാ. നമ്മൾ യാത്ര ചെയ്യുന്ന വഴിക്ക് കുരിശുവരെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് കഴിയുമ്പോൾ പിള്ളേര് കാറിൽ ഉറങ്ങി കിട്ടുന്നു. അത് തന്നെ. യെസ്, ഗുഡ്. പിന്നെ ഒരു കാര്യം കൂടെ, അപ്പൊ ഇങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ഫെയ്ത്ത്, നമ്മൾ ഈ പ്രാർത്ഥനയാണല്ലോ വിഷയം. പ്രയർ ബിഫോർ മീൽസ് ഉണ്ടോ? അത് അതായത് ഇങ്ങനെ ഭക്ഷണം കൊണ്ട് മുമ്പിൽ വെച്ചു, ഒരു വലിയ പ്രയർ ഒന്നും അല്ല, അറ്റ്ലീസ്റ്റ് എ സൈൻ ഓഫ് ദ ക്രോസ്. ഒരു സംഭവം പറയാനുണ്ട്. അതായത് എന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, ഒരു പബ്ലിക് സ്കൂളാണ്, ഇവര് പല പല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ വേറൊരു ക്രിസ്ത്യൻ പയ്യൻ ഇവര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവൻ ഗ്രേസ് ചെയ്തു. അപ്പൊ വീട്ടിൽ വന്ന് പറയാണ് അവൻ ഗ്രേസ് ചെല്ലിയെന്ന്. അപ്പൊ ഇവന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇതൊക്കെ കേട്ട് ഇൻസ്പയർഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഗ്രേസ് ചെയ്യണം, നമ്മൾ ഗ്രേസ് ചെയ്യും. അത് പിന്നെ നമ്മളത് ഡൈ ഡൗൺ ആയിരുന്നു. പക്ഷെ ഇവനത് വന്ന് ആ പയ്യൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവനത് ശരിക്കും കൊണ്ട്
ഗുഡ്, നല്ലതാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് എത്ര പേരിലേക്ക് സ്പ്രെഡ് ചെയ്യും? അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി ചെയ്തത് നമ്മുടെ കൊച്ചിനെ കൊണ്ടെങ്കിൽ നമ്മുടെ കൊച്ചുങ്ങൾ അത് ചെയ്യാൻ തുടങ്ങിയാൽ ശരിക്കും ഞാൻ ധ്യാനത്തിന് പറഞ്ഞില്ലേ, അതിനാണ് നമ്മളെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സാധനം സ്പ്രെഡ് ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ, കുട്ടികളോട് ഇത്രയെങ്കിലും പറഞ്ഞു കൊടുക്കുക. മിനിമം ഭക്ഷണം കൊണ്ട് മുമ്പിൽ വെച്ചു, ജസ്റ്റ് എ സൈൻ ഓഫ് ദ ക്രോസ്, മേ ബി ബ്രെഡിലോ റൈസിന്റെ മുകളിലോ ഒരു കുരിശ്, ഫൈൻ, മതി. അതായത് അത് താങ്ക്ഫുൾ ആകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, അപ്പായ്ക്കും അമ്മയ്ക്കും എത്ര കാശുണ്ടെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഈ ചോറ് വരില്ല. ഈ ചോറ് വരണമെങ്കിൽ ഒരു കർഷകൻ വിത്തിറക്കണം, ഒരു കർഷകൻ പണിയെടുക്കണം, കൊയ്തെടുക്കണം. എത്ര പേരുടെ കൈകളിലൂടെയാണ് ഈ ഭക്ഷണം നമ്മുടെ കയ്യിൽ എത്തുന്നത്. കയ്യിൽ കാശുണ്ടായാൽ മാത്രം അന്നം കിട്ടില്ല. അതുകൊണ്ട് ഈശോയെ ശ്രദ്ധിച്ചാൽ മതി. ഈശോയുടെ കയ്യിൽ എപ്പോൾ അപ്പം വന്നോ അപ്പോൾ നമ്മൾ പറഞ്ഞ വാഴ്ത്തി. വാഴ്ത്തുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ വാഴ്ത്തുക? കുരിശ് വരയ്ക്കാൻ നല്ല, കാരണം താങ്ക്സ്, നന്ദി പറയുക എന്നുള്ളതാണ്. നന്ദി പറയുക എന്നുള്ളത്. അപ്പൊ നന്ദി പറഞ്ഞിട്ടേ ഈശോ അപ്പം മുറിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നന്ദി പറയണം. പ്രെയർ ബിഫോർ മീൽസ് നമുക്ക് സിമ്പിൾ ആയിട്ട് കുഞ്ഞുങ്ങൾ ഒട്ടും സമയം കൺസ്യൂം ചെയ്യുന്നല്ലോ, ഒരു രീതിയാണ്. നമ്മൾ ധ്യാനത്തിന് സ്പിരിച്വൽ ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ തുടങ്ങി വെക്കുകയാണ്. ഗുഡ്. ഉണ്ട്, ഗ്രേസ് ഉണ്ട്. ഇംഗ്ലീഷിൽ ഗ്രേസ് ഉണ്ട്. അതിനവർ പറയുന്ന ഗ്രേസ് എന്നാണ്. അത് പഠിക്കാൻ പറ്റിയ നല്ലത്. കാരണം ഇവിടെ ഒരു ഇംഗ്ലീഷ് കൾച്ചറിൽ ജീവിക്കുമ്പോൾ ആ ഗ്രേസ് തന്നെ ചെല്ലാൻ പറ്റിയ നല്ലത്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഇത്രയെങ്കിലും ഒക്കെ ഒന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുക. എഴുന്നേറ്റ് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന പിള്ളേരുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വരുന്ന പാടെ ബെഡേ വെച്ച് മതി, അത്രയെങ്കിലും ഒക്കെ. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എഴുന്നേറ്റ് വരുന്ന പാടെ ഒന്ന് കുരിശ് വരിക. എഴുന്നേറ്റ് കട്ട് ചെയ്യുന്ന കുരിശ് വരച്ചിട്ടാണ്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ചെയ്യുന്നുണ്ട്. പീസ്ഫുൾ സ്റ്റാർട്ട് ടു ദ ഡേ ആണ്. സാധാരണ പേര് വിളിച്ച് എണീപ്പിക്കുമ്പോ ഉള്ള ഒരു സ്തുതി ചൊല്ലി എണീക്കുന്നത് ലൈക്ക് രണ്ട് പിള്ളേരാണ് എണീക്കുന്നത്. അയ്യോടാ, അത് ഭയങ്കര രസം കേട്ടോ. അത് നിങ്ങളുടെ ഭയങ്കര ടെസ്റ്റിമോണിയാ പറഞ്ഞത് കേട്ടോ. നമ്മള് പിണങ്ങിയായിരുന്നെങ്കിൽ കൂടെ അത് പറയാൻ ശരിയല്ലേ. ഈ രാവിലത്തെ നമ്മളെയൊക്കെ പണ്ടേ ചിലപ്പോ അവര് മനഃപൂർവ്വം ഒന്നും അല്ല, പ്രത്യേകിച്ച് എന്റെ അപ്പൻ അമ്മ പിന്നെ ഒരു സമാധാനം ഉണ്ട്. ഇപ്പൊ നമ്മളെങ്ങാനും പറയാണ് എനിക്ക് രാവിലെ 6 മണിക്ക് പോകണം, 5 മണിയാകുമ്പോൾ വന്ന് വിളിക്കും. അതുപോലെ മര്യാദ ഉള്ള വിളിയാണോ? എണ്ണിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ദിവസം പോയി കിട്ടുവേ. ശരിക്കും അത് ഓർത്ത് നോക്കി, രാവിലെ അങ്ങനെയാണ് നമ്മൾ എണ്ണീറ്റ് വരുന്നതെങ്കിൽ. അതേസമയം അതിന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് എഴുന്നേറ്റ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു സോഫ്റ്റ് ജെന്റിൽ മോർണിംഗ് ആയിട്ട് അത് മാറും. നല്ല കാര്യം. അത് നമുക്കൊരു ദേഷ്യത്തിൽ വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഈശോ വൈകുന്നേരം കുരിശുവരൊക്കെ ഇരുന്നിട്ട് കുരിശുവരെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അപ്പൊ ഇവര് തമ്മിൽ തല്ലു കൂടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തമ്മിൽ ഇങ്ങനെ ഈശോ കൊടുക്കാനായിട്ട് ഒരു മടിയാണ്. പക്ഷെ അപ്പൊ അത് ബ്രേക്ക് ചെയ്യും. സുതിയല്ല, ഒരു പ്രഷർ ഉണ്ടല്ലോ, ഇതെല്ലാം റെക്കൺസിൽ ചെയ്ത് പൊക്കോളൂ. കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാം സോൾവ് ആയി. കിടന്നുറങ്ങണതിന് മുന്നേ അവരെ കൊണ്ട് കുരിശ് വരപ്പിക്കാറുണ്ട്. പിന്നെ എന്നും പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഐ ലവ് യു ഈശോ ചക്കര ഉമ്മ എന്ന് പറയും. പറഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ. ഗുഡ്, നല്ല കാര്യം, നല്ല കാര്യം. വേണമെങ്കിൽ നമുക്ക് ഈ മനസ്താപ പ്രകരണം, ആക്ട് ഓഫ് കോൺട്രീഷൻ, ഇംഗ്ലീഷ് പ്രയർ ഉണ്ട്. നമുക്ക് എന്റെ ദൈവം ഏറ്റവും നല്ല മനസ്താപ പ്രകരണമല്ല. അത് വേണമെങ്കിൽ അതൊക്കെ എനിക്ക് പണ്ട് കിട്ടിയതാണ്, കൊച്ചിലെ കിട്ടിയത് ഇപ്പോഴും ചെയ്യുന്ന. അപ്പൊ ഈ കട്ടിലെ ഇരുന്നിട്ട് അത് മാത്രം ചൊല്ലിയിട്ട്, കാരണം ഇന്ന് രാത്രി അങ്ങനെ മരിച്ചു പോയാലോ. ഞങ്ങൾക്ക് ഒരു പ്രയർ ഉണ്ട്. മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് ജോൺ, ബ്ലെസ്ഡ് ബിഫോർ ഐ ലേ മൈ ഹെഡ് ടു സ്ലീപ് ഐ പ്രേ ദ ലോർഡ് മൈ സോൾ ടു കീപ്. അങ്ങനെ ഒരു പാട്ട് അത് എന്തോരം നല്ല കാര്യം. ഇതൊക്കെ അല്ല, അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ബുക്കിൽ നിന്ന് കിട്ടിയതാ. പക്ഷെ അത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കും ആ പ്രയർ ഒന്ന് തരാവോ. അപ്പൊ നിങ്ങളുടെ ജോലിയാണ് വീഡിയോ കമന്റിൽ എഴുതി ടൈപ്പ് ചെയ്തേക്കണം കേട്ടോ. അത് ഞാൻ പിൻ ചെയ്തേക്കാം. അതൊരു നമ്മുടെ ഗാർഡിയൻ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയർ ആണ്. ലൈക്ക് ഞങ്ങൾ പണ്ട് റോട്ട്രോയിലായിരുന്നു ന്യൂസിലൻഡ്. അവിടുത്തെ ഞങ്ങൾക്ക് മലയാളം പള്ളിയൊന്നുമില്ല. ഞങ്ങൾ അവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈമോൺ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ഫാദർ ഉണ്ടായിരുന്നു. അച്ഛനാണ് ഈ താങ്ക്സ് ഗിവിങ്ങിന്റെ പ്രേയറും ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അച്ഛൻ തരുന്ന ബുക്കുകളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ വക സാധനങ്ങളൊക്കെ. അത് പക്ഷെ ഇറ്റ് ഈസ് വെരി ഫേമസ്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു സദസ്സിൽ പറയാമോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഇത് തന്നെ നമ്മുടെ മെറ്റാലിക്കയുടെ ഒക്കെ മ്യൂസിക്കിലൊക്കെ അതിനകത്ത് ഉണ്ട് ഈ പാട്ട്. ലൈക്ക് ഇഫ് യു ലിസൺ ടു ദ ലിറിക്സ് അതിനകത്തുണ്ട്. മാത്യു മറ്റേ എൻ്റെ ദ സാൻഡ്മാൻ എന്ന് പറഞ്ഞ സോങ്ങിനകത്ത് ഇതുണ്ട്. മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് ജോൺ, എൻ്റെ അങ്ങനെ അങ്ങനത്തൊക്കെയാണ് അത് വരുന്നത്. ലൈക്ക് അപ്പോൾ ലൈക്ക് ഹെവി മെറ്റലിലും ഇപ്പോഴത്തെ മെറ്റൽ സോങ്സ് അല്ല. ലൈക്ക് ഇപ്പോഴത്തെ സോങ്സ് ഭയങ്കര വാൾഗറാണ്. മറ്റേതിനകത്തൊക്കെ നമ്മൾ വേർഡ്സ് കേൾക്കുമ്പോൾ
ഇറ്റ് ഈസ് ഇത് തന്നെയാണ് വരുന്നത്. ഏറ്റവും കൂടി ഇതാണ്. പക്ഷെ കൊള്ളാം, നല്ല കാര്യം അത്. അതായത് അങ്ങനെ ഒരു പ്രയർ കുരിശ് വരയ്ക്കുന്ന രീതി ഉണ്ടോ ബെഡില്? അതെ, ഉണ്ടല്ലേ, നിങ്ങൾ ബെഡിൽ വരച്ചു കൊടുക്കുന്നത്, കുട്ടികൾ നെറ്റിയിൽ വരച്ചു ബെഡിൽ. ഇപ്പൊ എനിക്കൊക്കെ ഉള്ള കൊച്ചു സാധനങ്ങൾ, ഞാൻ ഇതുപോലെ ഒരു വീട്ടിൽ നിന്നല്ലേ വന്നേ. അപ്പൊ നിങ്ങളെ പോലുള്ള അപ്പനമ്മമാര് വളർത്തിയപ്പോ അന്ന് കിട്ടിയതാണ് അതൊക്കെ. അപ്പൊ ഇങ്ങനെ ബെഡിൽ കുരിശ് വരയ്ക്കണം, ഒരെണ്ണം വരച്ചാൽ പോലെ 4 സൈഡിൽ പിന്നെ നടുക്കൊരു മുട്ടക്കാട്ടം കുരിശും കൂടെ വരയ്ക്കണം, അതിന്റെ വെളിക്കൊണ്ട് കിടക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോട്ടൊക്കെ ഫൈൻ, നമുക്ക് അവിടെ ഇരുന്നാല് ചിലപ്പോൾ ചിലയിടത്തൊക്കെ സ്റ്റേ, ചിലപ്പം ഹോട്ടൽസിൽ വല്ലതും ആണെങ്കിലുണ്ടല്ലോ വലിയ ബെഡ് ആയിരിക്കത്തില്ല, ഇതിന്റെ മറ്റേ മൂലയ്ക്ക് ഓട്ടോ പിടിച്ചു പോകണം നമ്മൾ അതിന്റെ അങ്ങേ. കാരണം നമുക്ക് ഇത് അങ്ങേറ്റത്ത് വരച്ചില്ലെങ്കിൽ സമാധാനക്കേടാ, നമുക്കൊരു ഉറക്കം പോലും പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ അങ്ങേ മൂലയ്ക്ക് പോയി കുരിശ് വരച്ച് ഇങ്ങനെ വരച്ച് നടുക്കൊരു കുരിശൊക്കെ വരച്ച് കിടക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആകുകയാണ്, നമ്മൾ ഓരോ ഉറക്കവും കർത്താവിന്റെ കൂടെ ആകുകയാണ്. അപ്പോൾ ഇത്തരം സിമ്പിൾ കാര്യങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥന ലൈഫ്, പ്രയർ ലൈഫ്, നമുക്ക് ഇഷ്ടംപോലെ ടോപ്പിക്സ് ഇനിയും ഉണ്ട്. പ്രയർ ലൈഫിൽ തന്നെ വരുന്ന കുർബാന, അത് നമ്മൾ വേറെ പറയും, കുർബാനയും കാര്യങ്ങളൊക്കെ. ഇത് വീട്ടിലുള്ള ഫാമിലി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രയർ മെത്തേഡ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. നമുക്ക് എങ്ങനെ ഇത് പ്രാക്ടിക്കലി കുറെ കൂടെ ഹൃദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അവർക്കാണെങ്കിലും ഇപ്പൊ ഈ ഭയങ്കര ഫോർമേഷൻ ആയിട്ട് വരുന്ന പ്രായമാണ്. ഇപ്പൊ നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ മറന്നു പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിള്ളേർക്ക് ഞങ്ങൾ റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ, വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആംബുലൻസ് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഹെൽത്ത് കെയറിൽ ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾ പറയും ആരെങ്കിലും സംബഡി ഈസ് ഗോയിങ് ദേ നീഡ് എ പ്രയർ. അപ്പൊ പിള്ളേർ എപ്പോഴും ഒരു ഹെൽമെറ്റ് ചെല്ലും. അപ്പൊ അത് ഞങ്ങൾ ചെറുപ്പത്തിൽ ലൈക്ക് ഇവർക്ക് ബോധം ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയില്ല ആ കാലത്ത് പറഞ്ഞാണ്. പക്ഷെ ഇപ്പോഴും ഒരു ആംബുലൻസ് പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും കാറിലിരുന്ന് അവർ പറയും മ്യൂസിക് ഓഫ് ഞാൻ ഓർക്കും ചില സമയത്ത് നമ്മൾ പോലും കണ്ടിട്ടില്ല. അത് മീൻ ചെയ്താന്നറിയില്ല, പക്ഷെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും ലൈക്ക് ഇഫ് യു ട്രെയിൻ ദം അവർക്ക് അതുണ്ടാവും, പാറ്റേണിലെത്തി. അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഇവര് ചിലപ്പോ ഈ ഒരു 15-16 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ മിസ് ചെയ്യും. കുറെ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ പ്രായത്തിലായാലും നമ്മൾ ഹൈസ്കൂൾ യൂണിയിലൊക്കെ പോകുമ്പോൾ കുറെ പേര് ഇതിൽ നിന്നൊക്കെ മാറിപ്പോകും. ബട്ട് തിരിച്ചു വരും. അപ്പൊ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈയിടെ പറഞ്ഞൊരു വീഡിയോ, അതിന്റെ ഒരു നമ്മുടെ എഡിറ്റർ പയ്യൻ അതിന്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു, അത് വന്നായിരുന്നു. അതായത് വിത്തിട്ട് വെക്ക് കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും അത് കിളുത്തോളൂ. അപ്പൊ നമ്മുടെ ആയുസിൽ തന്നെ കാണണമെന്നില്ല, നമ്മൾ കൊയ്ത്ത് കാണണമെന്നൊന്നുമില്ല, വിത്തിട്ട് വെച്ചേക്ക്. അപ്പൊ എന്നിട്ട് അത് അവൻ കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടു. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തി അതിന്റെ താഴെ കമന്റ്സ് വന്നതാണ്. അതിന്റെ താഴെ ഒത്തിരി പിള്ളേർ വന്നിട്ട് പറയുക, ഐ ആം ദാറ്റ് വൺ. ഇത് എൻ്റെ അപ്പ അമ്മ വിത്തിട്ടത് കൊണ്ട് നൗ ഐ സർവൈവ്, ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നു. ഒരു കാലത്തിന് ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് പോയിട്ട് നൗ ഐ എം കമ്മിങ് ബാക്ക്. അപ്പോൾ ആ പിള്ളേർ അന്ന് അപ്പനോട് അമ്മയോടും കലഹിച്ച പിള്ളേരായിരിക്കും, വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിയതുങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ പറയുകയാണ്, അന്ന് എൻ്റെ അപ്പയും അമ്മയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നൗ ഐ മാനേജ്, ഇപ്പൊ ഞാൻ എങ്ങനെയും പിടിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് കൊടുക്കാനുള്ള കൊടുത്തിട്ടേക്ക്. ശരിയാണ്. ഞാൻ 23 വയസ്സിൽ വന്നതാണ് ഓസ്ട്രേലിയ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ഭയങ്കര പാടായിരുന്നു ആ സമയത്ത് വന്ന സമയത്ത്. അപ്പോൾ ഈ പ്രയറുമാണ് പിടിച്ചു നിർത്തിയത് നമ്മളെ താന്നു പോകാണ്ടിരിക്കാനായിട്ട്. നല്ലതായിരുന്നു കേട്ടോ, നിങ്ങളുടെ കൂടെ രസം ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല. നമുക്ക് ഇതിനെ സമ്മറൈസ് ചെയ്താലോ? അതായത് നമ്മൾ ചെയ്യേണ്ട ഓരോ സെന്റൻസ് മെയിൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന്, മേക്ക് ഫാമിലി പ്രയേഴ്സ് മോർ സ്വീറ്റ് ആൻഡ് ഷോർട്ട്. അതൊരു സിമ്പിൾ കാര്യമല്ലേ? കഴിവത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, പക്ഷെ അത് സിമ്പിൾ സ്വീറ്റ് ആയിട്ട് കുട്ടികളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. പിന്നെന്തായിരിക്കും നമ്മൾ പ്രാക്ടിക്കലി പറഞ്ഞ കാര്യങ്ങൾ? ഒന്നത് ചെറിയ പ്രാർത്ഥനകൾ ഓരോ ഒക്കേഷൻസ് അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ, ഇതുണ്ടല്ലോ, നമ്മുടെ കുറച്ച് വ്യൂവേഴ്സിന് ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്, അവരിത് കേൾക്കുന്നതൊക്കെ ടൈപ്പ് ചെയ്തിടും, കമന്റ് സെക്ഷനിൽ അവരിതെല്ലാം ടൈപ്പ് ചെയ്ത്. അപ്പോൾ ആൾക്കാർക്ക് ഒന്നുകൂടെ അതൊന്ന് സമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ ഒരെണ്ണം പറഞ്ഞത് മേക്ക് ഫാമിലി പ്രയേഴ്സ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. പിന്നെ ഒരെണ്ണം ഒക്കേഷണൽ പ്രയേഴ്സ്, ഓരോ സമയത്ത്. പിന്നെ നിങ്ങൾ പറഞ്ഞ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് മേക്ക് എ സൈൻ ഓഫ് ദ ക്രോസ് എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ താങ്ക്സ്ഗിവിംഗ്, മൂന്ന് മെത്തേഡ് ഏതൊക്കെയായിരുന്നത്? താങ്ക്സ്ഗിവിംഗ്, സോറി ആൻഡ് റിക്വസ്റ്റ്. അത് മൂന്നും ചെയ്യുക. പിന്നെ കിടക്കുന്ന ബിഫോർ ബെഡ് ആൻഡ് മോർണിംഗ് പ്രയർ ആൻഡ് ബിഫോർ ബെഡ് പ്രയേഴ്സ് ഉണ്ടാകണം. പിന്നെ യാത്രയ്ക്ക് മുമ്പ് ഒരു ചെറിയ പ്രയർ. പിന്നെ ഈ പറഞ്ഞത് അവസാനം പറഞ്ഞ സാധനം നല്ലതാണ്. അതായത് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന വഴിക്ക് ഒരു ആംബുലൻസ് കേട്ടു, ജസ്റ്റ് മേക്ക് എ സൈൻ ഓഫ് ദ ക്രോസ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ കപ്പേളയോ പള്ളിയോ ഒക്കെ കാണുന്നു, അപ്പോൾ ഒരു കുരിശ് വരയ്ക്കുക. പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന അതൊക്കെ. അങ്ങനത്തെ കൊച്ചു രീതികളിലൂടെ സ്വീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഫെയ്ത്ത് കൊടുക്കാം. നിങ്ങൾ എൻജോയ് ചെയ്തോ? നിങ്ങളുടെ കൂടുതൽ ആരാ പ്രാർത്ഥിക്കുന്നത്? ഒരാൾ പ്രാർത്ഥനയല്ല. നമുക്ക് ഇതിന്റെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഒരു കൺക്ലൂഡിംഗ് പ്രയർ ആർക്കുകളിൽ പ്രാർത്ഥിക്കും. നവീൻ പ്രാർത്ഥിച്ച് നമ്മളൊരു ബ്ലെസ്സിങ് കൂടെ വാങ്ങിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കും. യെസ്. സ്നേഹനിധിയായ ഈശോനാഥ, ഇന്നീ ദിവസം ഞങ്ങൾ ഈ 3 കുടുംബത്തെയും അച്ഛനോടൊപ്പം
ഇന്ന് ഈ സെഷനിലായിരിക്കുവാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഈശോനാഥ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും ഇന്ന് ഈ സെഷൻ കേൾക്കുന്നവരിലോട്ടും എല്ലാം ഉണ്ടാകണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്ക് ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.